ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ മിക്കവാറും ഞങ്ങൾ നാട്ടിൽ ചെന്നിട്ടായിരിക്കും നിങ്ങൾ കാണാം. കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ടൈം വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് തന്നെ പോകുന്ന ഷോപ്പിംഗ് ഞങ്ങളുടെ കഴിഞ്ഞിട്ടില്ല. വീട്ടിലേക്ക് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വാങ്ങിക്കാനൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇതിന് എല്ലാ വർഷവും നിങ്ങൾ വാങ്ങണേന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാണ് വാങ്ങണത്, അതേപോലെ തന്നെ അവരുടെ ഒരു സന്തോഷം. ഭയങ്കര സന്തോഷമാണ്. അത് അവര് അവിടെ വിളിച്ചു പറഞ്ഞിട്ട് ഒന്നും കൊണ്ടുവരണ്ടാന്ന്. പക്ഷെ നമ്മുടെ മനസ്സങ്ങനെ അനുവദിക്കില്ല. ഞങ്ങൾ എല്ലാ വർഷവും പോകുമ്പോൾ വാങ്ങിച്ചോണ്ട് പോകാറുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പറ്റുന്ന കൊച്ചു കൊച്ചു ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്നൊക്കെ വിചാരിച്ചാണ് പോകണേ. ഇന്ന് മെയിൻലി പോകുന്നത് ചുടിദാർ ഷോപ്പിങ്ങിനൊക്കെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുമോ, എത്രത്തോളം കിട്ടും, ഏത് കടയിലൊക്കെ പോകേണ്ടി വരും ഒന്നും അറിയില്ല. ഭയങ്കര ചൂടാണ് ഇപ്പോൾ. ഇടയ്ക്ക് മഴ പെയ്തായിരുന്നു, അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നുള്ള സമയം 5:45 ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് ഞങ്ങൾക്ക് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ആവശ്യം വെയിലും ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഓർത്തപ്പോൾ 2 വീലറിന് പോകുന്നത്. അങ്ങനെ ഇന്ന് ഞങ്ങൾ 2 വീലറിനാണ് പോയത്. അങ്ങനെ നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്തും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സാധാരണ ഞങ്ങൾ ചുടിദാർ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ റെഡിമെയ്ഡ് സ്യൂട്ടൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു മാർക്കറ്റിലേക്ക് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ സെലക്ഷൻ ഉണ്ട്. കാരണം ഒത്തിരി ചെറിയ ചെറിയ കടകളുണ്ട് അവിടെ. അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ വേറൊരെണ്ണത്തിലേക്ക് നമുക്ക് വേഗത്തിൽ തന്നെ മാറാം. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ആ ഒരു കടയിൽ വന്ന് ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് അവരെടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. അവർക്ക് അങ്ങനെ കാണിച്ചു തരാൻ മടിയൊന്നുമില്ല. അപ്പം അങ്ങനെ കുറേ കണ്ടു. അതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് 1-2 ചുടിദാറുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടത്തെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത ഒരു കടയിലേക്ക് നീങ്ങാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് പിന്നെ അവർ പല മെറ്റീരിയലിൽ ഉള്ളത് കാണിച്ചു തരണം കേട്ടോ. കോട്ടണിലും സിൽക്കിലും അതുപോലെ പാർട്ടി വെയർ ആയിട്ടും ഡെയിലി യൂസിന് പറ്റിയതും അങ്ങനെ ഡിഫറെൻറ്റ് തുണികളൊക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു ഷോപ്പിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ആദ്യം അഞ്ജുവിന് ടീഷർട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ അത് നോക്കി അത് എടുത്തു. അതിന് ശേഷം പിന്നെ അവിടെയും ചുടിദാർ മെറ്റീരിയൽസ് നോക്കും. ചുടിദാർ മെറ്റീരിയൽസ് എല്ലാം റെഡിമെയ്ഡ് ചുടിദാറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ 1-2 നമ്മൾ ഈ ഷോപ്പിൽ നിന്നും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഒരുപാട് ചുടിദാർ എടുത്ത് കാണിച്ചു തന്നു കേട്ടോ. റെഡിമെയ്ഡ് ചുടിദാറും അതുപോലെ മെറ്റീരിയൽസും. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം മെറ്റീരിയൽസ് വാങ്ങണ്ട, റെഡിമെയ്ഡ് ചുടിദാർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. കാരണം അതാവുമ്പോൾ നമുക്ക് തയ്ക്കാനൊന്നും നിൽക്കണ്ടല്ലോ, ഡയറക്റ്റ് വേഗം ഒന്ന് ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടർ ചെയ്തിട്ടിടാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നോക്കി നമുക്ക് ഇഷ്ടത്തിന് കുറച്ച് ചുടിദാറുകളൊക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ ബാഗ് വാങ്ങിക്കാനായിട്ട് വന്നിരിക്കും കേട്ടോ. ബാഗ് ഇവിടെ നമുക്ക് തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ കിട്ടും. അപ്പോൾ മുകളിലുണ്ട് 2-3 കടകൾ ബാഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന. അപ്പോൾ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി. അപ്പോൾ ബാഗൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ബാഗ് കണ്ടപ്പോൾ അതും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു. നല്ല ലേറ്റ് ആയിട്ടോ. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തോളൂ, എന്നാലും ലേറ്റായി. അപ്പോൾ വാങ്ങിച്ചുകൊടുന്ന ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഒരു ചുടിദാർ. നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല കോട്ടൺ തുണിയാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള തുണിയാണ്. അപ്പോൾ ഇതാണ് സിമ്പിളാണ്, അങ്ങനെ ഒത്തിരി വർക്കൊന്നും ഉള്ളത് എടുത്തിട്ടില്ല. ഇത് സിമ്പിളായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാൻസിൻ്റെ സെറ്റാണ് കേട്ടോ എടുത്തേക്കണേ. അതായത് ഇതിൻ്റെ പാൻസിൻ്റെ പാൻറ്റുമ്പോൾ ഏറ്റവും അടിയിൽ ഇത്തിരി വർക്ക് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക് പാൻറ്റാണ്. പിന്നെ അതിൻ്റെ തന്നെ ഷോപ്പ്. ഇതാണ് ഒരു സെറ്റ്. ഇതാണ് അടുത്ത സെറ്റ്. അതിൻ്റെ തന്നെ കളർ ചേഞ്ച്. ഇത് ഓറഞ്ച്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് മെറൂൺ. സെയിം തന്നെ എലാസ്റ്റിക്, ഏറ്റവും അടിയിൽ ശകലം വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഷോൾ ഇങ്ങനത്തെ ഈ ഒരു ഡിസൈനായിട്ടുള്ള ഷോളാണ്. ഞാൻ വാങ്ങിച്ച ചുരിദാറുകളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതോ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം കേട്ടോ. മുൻപ് അറിയിച്ച പോലെ ഇതാണ് ഒരു സെറ്റ്. ഇതിൻ്റെ ഷോള് ഇതിങ്ങനെ ഇങ്ങനത്തെ വർക്കുള്ളത്. ഇതാണ് ഷോള്. ഇതാണ് ഈ ചുരിദാറിൻ്റെ പാൻറ്റ്. ഇതേപോലെ പാൻറ്റും ഇത് ഇങ്ങനത്തെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചുരിദാർ. ഇതിൻ്റെ തുണി നല്ല പാർട്ടി വെയർ ഒക്കെയാണ് കേട്ടോ. നല്ല തുണിയാണത്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള തുണി. കുറച്ച് കോസ്റ്റ്ലിയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം. പിന്നെ അത് തന്നെ ആ ഒരു സെയിം മെറ്റീരിയലിൻ്റെ തന്നെ വേറെ തുണി എടുത്തിട്ടുണ്ട്. ഇത് വേറെ കളർ, വേറെ തുണിയല്ല, ആ സെയിം മെറ്റീരിയലിൻ്റെ തന്നെ വേറെ കളറാണത്. ഇതുമേ ഇങ്ങനത്തെ ഒരു ഡിസൈൻ.
അങ്ങനെ ഒരുപാട് ഡിസൈൻ ഉള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഷോൾ വരുന്നത് കേട്ടോ, ഇതിൻ്റെ ഷോൾ വരുന്നത് അങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ. അപ്പോൾ പ്ലെയിനും അങ്ങനെ പ്രിന്റഡ് നല്ല നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ. ഇതാ ഈ രീതിയിൽ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള പാൻറ് ഇതാണ്. ഇത് വൺ സൈഡ് ഇലാസ്റ്റിക് ആണ്, അപ്പോൾ നമ്മുടെ ഫിറ്റിങ്ങിനനുസരിച്ച് ഇരുന്നോളും. അപ്പോൾ ഇതാണ് ഒരു ചുരിദാർ. പിന്നെ ഇതാ വേറെ ഒരെണ്ണം. ഇതിങ്ങനെ പാക്കറ്റിലുള്ള സെറ്റിങ്സാ. തുറക്കട്ടെ. ഇതും നല്ല അടിപൊളി സെറ്റാണ്, എനിക്കിഷ്ടമായിട്ടോ. ഇതാണ് പറയുന്നത്. ഇതുമ്മ കൈമയൊക്കെ ഇത്തിരി വർക്കുകളൊക്കെ ഉണ്ട്. കൈമ ഇങ്ങനെ ഹാങ്ങിങ് പിൻസ് ഒക്കെ ഉണ്ട്, മുത്ത് പോലെ രണ്ട് സൈഡിലും. പിന്നെ കൈമ ഈ ബോർഡർ കൊടുത്തിട്ടുണ്ട്, കൈമയുണ്ട്, അതുപോലെ തന്നെ താഴെയും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതാണിത്. ബാക്ക് സൈഡ് എങ്ങനെയാട്ടോ. പിന്നെ ഇതിന്റെ പാൻറ് വരുന്നത് ഇതാക്കിയാണ്. ഇതിന്റെ പാൻറ്റുമ്പോ താഴെ അങ്ങനെ ബോർഡർ. പിന്നെ ഷോളും സെയിം പ്രിന്റ് തന്നെ, സെയിം ഡിസൈൻ തന്നെയായിട്ട് ഷോൾ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഇത് ഞാൻ അഞ്ജലിക്ക് വാങ്ങിച്ചിരിക്കുന്ന ഒരു ടീഷർട്ടാണ്. ഞങ്ങളങ്ങനെ കടയിൽ പോയപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കണ്ടപ്പോൾ ടീഷർട്ട് ഒരെണ്ണം വാങ്ങിച്ചതാണ് അഞ്ജുവിന്. ഇങ്ങനത്തെ ഒരു ടീഷർട്ട് ഇത് അഞ്ജുവിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നു. ഇത് നമ്മൾ ബാഗ് വാങ്ങിക്കുന്ന കടയിൽ പോയിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് ബാഗ് വാങ്ങിക്കാനുണ്ടായിരുന്നു, നാട്ടിൽ കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇങ്ങനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു ബാഗ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? സിമ്പിൾ ആയിട്ടുള്ള ബാഗാണ്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഷോപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.